ഒറ്റയ്ക്ക് പോകാൻ ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക് പതിവായി ഈ 10 വ്യക്തിഗുണങ്ങൾ ഉണ്ടാകുന്നു. എല്ലായ്പ്പോഴും സുഹൃത്തുക്കളുമായി ഹാങ് ഔട്ട് ചെയ്യുന്നതിനേക്കാൾ സോളോ റോൾ ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന ആളുകളുണ്ട്. എന്തുകൊണ്ടാണത്? സൈക്കോളജി പ്രകാരം ചില കാരണങ്ങളുണ്ട്. എന്നാൽ തനിച്ചായിരിക്കാൻ ഇഷ്ടപ്പെടുന്ന ആളുകൾക്കും ഈ 15 ഗുണങ്ങൾ പൊതുവായുണ്ട്. അവർ ആത്മവിശ്വാസമുള്ള അന്തർമുഖരാണ്. പക്ഷേ ഇത് സത്യമാണ്, തനിച്ചാകാൻ ആഗ്രഹിക്കുന്ന ആളുകൾ തീർച്ചയായും എക്സ്ട്രോവേർട്ടുകളല്ല, അത് ഉറപ്പാണ്. പകരം അവർ എളുപ്പത്തിൽ അവബോധമുണ്ടാകുന്നവരും അവരുടെ സാമൂഹിക ബാറ്ററി ദ്രുതഗതിയിൽ ചോരുന്നവരുമാകുന്നു. അതിൻ്റെ അർത്ഥം അവർ വിഷമമുള്ള ഒരു ഒറ്റക്കാരികൾ ആണെന്നല്ല. പക്ഷേ അവർക്ക് പാർട്ടി അല്ലെങ്കിൽ കൗച്ചിൽ ഇരിക്കുന്നതിനോ അല്ലെങ്കിൽ ഒറ്റയ്ക്കുള്ള ഹൈക്ക് പോകുന്നതിനോ ഇടയ്ക്കൊന്ന് തിരഞ്ഞെടുക്കാൻ സാധിച്ചാൽ അവർ എപ്പോഴും രണ്ടാമത്തെ ഒറ്റയ്ക്കുള്ള ഹൈക്ക് തിരഞ്ഞെടുക്കും. അവർ സ്വയം പര്യാപ്തരും സൂപ്പർ സ്വതന്ത്രരുമാണ്. നിങ്ങൾക്ക് ശരിക്കും നിങ്ങളെ തന്നെ പരിപാലിക്കാൻ കഴിയാത്തതോ അല്ലെങ്കിൽ നിങ്ങൾക്ക് കൂടുതൽ സഹാശ്രയത്വമുള്ള വ്യക്തിത്വമോ ഉള്ളപ്പോൾ സ്വന്തമായി ഒരു നല്ല സമയം കണ്ടെത്തുന്നത് ബുദ്ധിമുട്ടാണ്. നിങ്ങളുടെ ഏറ്റവും അടിസ്ഥാന ആവശ്യങ്ങൾ പോലും നിറവേറ്റാൻ നിങ്ങളുടെ പങ്കാളിയെയോ സുഹൃത്തുക്കളെയോ മാതാപിതാക്കളെയോ ആശ്രയിക്കുകയാണെങ്കിൽ അത് നിങ്ങൾ മാത്രമായിരിക്കുമ്പോൾ നിങ്ങൾ കഷ്ടപ്പെടാൻ പോകുകയാണ്. സ്വയം അഭിവൃദ്ധി പ്രാപിക്കുന്ന ആളുകൾക്ക് തങ്ങളെ തന്നെ പരിപാലിക്കാൻ കഴിയുന്നവരും അങ്ങനെ ചെയ്യാനുള്ള ചുമതല യഥാർത്ഥത്തിൽ ആസ്വദിക്കുന്നവരുമാണ്. അവർ ഗോസിപ്പുകൾ വെറുക്കുന്നു. നിങ്ങൾ 16 വയസ്സുള്ള ഹൈസ്കൂൾ വിദ്യാർത്ഥിയാവുകയോ 57 വയസ്സുള്ള ഓഫീസ് അസിസ്റ്റൻ്റ് ആയിരിക്കുകയോ ആയിരുന്നാലും ഗോസിപ്പ് ചില ആളുകൾക്ക് തീർച്ചയായും അവസാനിക്കുന്നില്ല. അവരുടെ ജീവിതം അല്ലെങ്കിൽ മറ്റുള്ളവരുടെ ജീവിതം ചർച്ച ചെയ്യാതെ അവർക്ക് ജീവിക്കാൻ കഴിയാത്തതുപോലെയാണ്. ദുർഭാഗ്യവശാൽ നിങ്ങൾക്ക് ഒരാളായി ഗോസിപ്പ് ചെയ്യാൻ സാധിക്കുന്നില്ല. അതിനാൽ അവർക്ക് അവരുടെ സഹപ്രവർത്തകരായ ഡ്രാമ ക്വീനുകൾ എപ്പോഴും ചുറ്റിപ്പറ്റിയിരിക്കുക ആവശ്യമാണ്. എങ്കിൽ ഏകാന്തത ഇഷ്ടപ്പെടുന്നവർക്ക് ഈ സ്വഭാവം ഇഷ്ടപ്പെടണമെന്നില്ല. മാത്രമല്ല ഇത് പക്വതയില്ലായ്മയായും നിസ്സാരമായും മോശമായും അവർ കാണുന്നു. അവർ എളുപ്പത്തിൽ ശല്യപ്പെടുന്നു. സോളോ ടൈം ആസ്വദിക്കുന്ന എല്ലാ ആളുകളും പൂർണ്ണമായ മനുഷ്യവിരുദ്ധരാണെന്നല്ല. എന്നാൽ പലരും അങ്ങനെ ആയിരിക്കും. അവർക്ക് പലപ്പോഴും മറ്റുള്ളവരുടെ വിചിത്രമായ ശീലങ്ങളും അല്ലെങ്കിൽ അവരുടെ മ്ലേച്ഛമായ സ്വഭാവ സവിശേഷതകളും കൈകാര്യം ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. അല്ലെങ്കിൽ ഏത് സമയത്തും അടുത്തിടപഴകാൻ പ്രയാസമാണ്. അതിനാൽ അവർ അങ്ങനെ ചെയ്യാതിരിക്കാൻ ഇഷ്ടപ്പെടുന്നു. അവർ സ്വന്തമായിരിക്കുമ്പോൾ അവരെ ശല്യപ്പെടുത്താൻ തങ്ങളല്ലാതെ മറ്റാരുമില്ല. അവർ അതിൽ ശാന്തരാണ്. ശ്രദ്ധയിൽപ്പെടുന്നത് അവർ വെറുക്കുന്നു. ഇത് ഞാൻ നേരത്തെ പറഞ്ഞ അന്തർമുഖ കാര്യത്തിലേക്ക് മടങ്ങുന്നു. സാമൂഹിക സാഹചര്യങ്ങളിൽ ധാരാളം ശ്രദ്ധ നേടുന്നത് എല്ലായ്പ്പോഴും എല്ലാവർക്കും ആവശ്യമില്ല. പലരും അതിനെ മറികടക്കാതെ അതിനപ്പുറത്ത് അല്പം സ്വന്തം സമയം ചെലവഴിക്കാനും ഇച്ഛിക്കുന്നു. അവരുടെ സമാധാനവും സ്വസ്ഥതയും അവർ വിലമതിക്കുന്നു. ഈ ലിസ്റ്റിലെ ഏറ്റവും വ്യക്തമായ ഇനങ്ങളിൽ ഒന്നായിരിക്കാം ഇത്. പക്ഷേ ഇത് ഇപ്പോഴും പറയേണ്ടതുണ്ട്. സ്വന്തമായി ജീവിക്കാൻ ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക് സമാധാനവും സ്വസ്ഥതയും ഭൂമിയിലെ സ്വർഗം പോലെയാണ്. ഇടപെടാൻ തടസ്സങ്ങളോ അശ്രദ്ധകളോ ഇല്ല. മാത്രമല്ല അവർക്ക് സ്വയം ചിന്തിക്കുന്നത് കേൾക്കാനാകും. അതിൽ ശാന്തതയും സന്തുലിതാവസ്ഥയും ഉണ്ട്. അവർ അത് മനസ്സോടെ ഉപേക്ഷിക്കില്ല. ചെറിയ സംസാരം അവർ വെറുക്കുന്നു. ഞാൻ അർത്ഥമാക്കുന്നത് ആരാണ് അങ്ങനെ ചെയ്യാത്തത്? നിങ്ങൾക്ക് അറിയാത്തതും ശരിക്കും ഇഷ്ടപ്പെടാത്തതുമായ ഒരാളോട് മര്യാദയുള്ളതും താല്പര്യമുള്ളതുമായി തോന്നുന്ന തീർത്തും നിന്ദ്യമായ വിഷയങ്ങളെക്കുറിച്ച് സംസാരിക്കുന്നത് ക്ഷീണിപ്പിക്കുന്നതാണ്. അതുകൊണ്ടാണ് തനിച്ചായിരിക്കാൻ ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക് അങ്ങനെ തോന്നുന്നത്.
യഥാർത്ഥത്തിൽ ഇടപെടാൻ ആഗ്രഹിക്കാത്ത അർത്ഥശൂന്യമായ കാര്യങ്ങളെക്കുറിച്ച് നിഷ്ക്രിയ ചിറ്റ് ചാറ്റ് ചെയ്യുന്നതിനേക്കാൾ സംസാരിക്കാതിരിക്കാൻ അവർ ആഗ്രഹിക്കുന്നു. അവർ ലെവൽ ഹെഡഡ്, വളരെ ലോജിക്കലാണ്. ഇതിൽ കണക്ഷൻ കണ്ടെത്തുന്നത് ദുഷ്കരമാകാം. എന്നാൽ എൻ്റെ കൂടെ തുടരുക. സ്വന്തം സമയം ഏറെ ചെലവഴിക്കുന്നവർക്ക് സ്വയം വിശദീകരണം നടത്താനും അവർ അല്പം വിചാരമാകുമ്പോൾ ദിശാബോധം തിരുത്താനും നല്ല അവസരങ്ങൾ ലഭിക്കുന്നു. ഫലമായി ശരിയായ മറുപടി നൽകുന്നത് എങ്ങനെയെന്ന് അവർക്കറിയാം, പ്രതികരിക്കുന്നതല്ല. ഇത് അവർക്ക് പിരിമുറുക്കം കുറവുള്ള ഒരു ജീവിതം നൽകുന്നു. അവർ അത് തുടരാൻ ആഗ്രഹിക്കുന്നു. അതിനാൽ അവർ ഏകാന്ത സമയത്തിന് മുൻഗണന നൽകുന്നു. അവർ സ്വന്തമായി മികച്ച രീതിയിൽ പ്രവർത്തിക്കുന്നു. അവർക്ക് ഒരു ടീമിൽ പ്രവർത്തിക്കാൻ കഴിയില്ല എന്നല്ല, സാധ്യമാകുമ്പോഴെല്ലാം പ്രവർത്തിക്കാതിരിക്കാൻ അവർ ആഗ്രഹിക്കുന്നു എന്നതാണ്. മറ്റുള്ളവരെ പിന്തുടർന്ന് പ്രവർത്തിക്കുകയോ അവരുടെ സംഭാവനകളിൽ നിന്ന് ഒറ്റപ്പെടുകയോ ചെയ്യേണ്ടി വരുന്നതിനേക്കാൾ മോശമായി ഒന്നും തന്നെയില്ല. അവർ സ്വന്തമായി കാര്യങ്ങൾ ചെയ്യാനും സ്വന്തം വേഗതയിൽ പ്രവർത്തിക്കാനും ഇഷ്ടപ്പെടുന്നു. കാര്യങ്ങൾ കൂടുതൽ സുഗമമായി അങ്ങനെ പോകുന്നു. അവർക്ക് ധാരാളം ഹോബികളും അഭിനിവേശങ്ങളുമുണ്ട്. നിങ്ങളുടെ സമയം പൂരിപ്പിക്കുന്നതിന് നിങ്ങൾക്ക് ധാരാളം കാര്യമുള്ളപ്പോൾ വെറുതെ ഇരിക്കില്ല. സ്പോർട്സ്, ആർട്ടിസ്റ്റിക് ശ്രമങ്ങൾ, ക്രാഫ്റ്റിംഗ്, എന്തായാലും അവർക്ക് എപ്പോഴും എങ്ങനെ സമയം കളയാമെന്ന് അറിയാം. അതിനാൽ അവരുടെ ഇഷ്ടങ്ങൾ പിന്തുടരാനായി ലഭിക്കുന്ന ഓരോ അവസരത്തെയും അവർ ഇഷ്ടപ്പെടുന്നു. ഇത് സുതാര്യമാണ്, അല്ലേ?